You just എന്തു പറ്റി അളിയാ? അളിയ അവള് പോടാ. അവള് ഗുഡ് ബൈയും പറഞ്ഞു പോയി. എന്തെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അവളെ എൻ്റെ അടുത്ത് ഗുഡ് നൈറ്റ് അല്ലടാ പറയൂ. അവളെ പോട്ടാ, ഞാൻ ഒന്ന് പറഞ്ഞല്ലേ അവളൊക്കെ നിന്നെ ചതിക്കുമെന്ന്. നീ ഓർമ്മ അടിച്ചങ്ങ അടിച്ചേ, ഞാൻ വിഷമം മാറട്ടെ. അളിയാ നിങ്ങൾ പിടിപ്പിച്ചേ. ഒരുതൻ പുതിയ ബിറ്റും നോക്കി ചാവാം. അല്ലയ നോക്കിയേ, എൻ്റെ ചേച്ചില്ലേ, എൻ്റെ ചേച്ചി അവ ജന്മരാക്ക് പറഞ്ഞതാ. അവൾക്ക് ഈ മാല, വള, കമ്മല്, കോപ്പ്, ചീപ്പ് ഒന്നും വാങ്ങി കൊടുക്കണ്ടത്. എന്നിട്ട് എൻ്റെ ഞാനില്ലേ അവൾക്ക് അതുവരെ വാങ്ങിച്ചു കൊടുത്തളിയാ. എടാ അത് ഈ ബ്രെഡ് പോലെ എങ്ങനെ സാധനം ഇല്ലേ പോലെ. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങളെ കൂടി ഇങ്ങോട്ട് വാ, എന്റെ കാര്യം കേൾക്കല്ലേ. നിനക്ക് കാണോ എവിടെ? ആ നോക്കിയോടാ, നോക്കിയേ കണ്ടാ, ഞാൻ അവിടെ നിൽക്കുന്ന ഫോട്ടോസ് കണ്ടാ? ഏടാ കാണും, ഓരോന്നായിട്ട് കാണും. കണ്ടോണ്ടിരിക്കല്ലേ അളിയാ. നീ വിളി വീത്തിയാ? ഇത് ആരാണ്? എടാ ഇത് നമ്മള് സണ്ണി ലിയോണല്ലേ. ഇവള് നമ്മ ചതിക്കൂല. ഇവളില്ലേ, ഇവള് ചതിക്കും. ഇവള് ചതിക്കോളിയാ, ചതിക്കും. ഇവള് ഉറപ്പടിച്ച് അവൾക്കൊരു പണി കൊടുക്കറിയാ. അവള് ഞാനില്ലേ നെറ്റിലില്ലേ വൈറലാക്കും. പുതിയ ബിറ്റ് എവിടെ? ഇത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇന്ന് ഡൗൺലോഡ് ആകും. റേഞ്ചും ഇല്ല ഇനിയിപ്പോ അവള് വൈറലാക്കാൻ നോക്കി. അളിയാ കൊള്ളാട്ടാ. ഇതെന്തൊട്ട് കോപ്പമായി കാണേ. നോക്കട്ടെ. എൻ്റെ ചേച്ചി, എൻ്റെ ചേച്ചിയാ, എൻ്റെ ചേച്ചി. വികാരത്തളർച്ചയിൽ ചിന്തകൾക്ക് തീപിടിച്ചേക്കാം. എന്നാൽ വിവേകം അത് അബോധ തലത്തിൽ പോലും കൈമോശം വരാൻ അനുവദിക്കരുത്. സൈബർ കുറ്റകൃത്യങ്ങൾ എല്ലാം തന്നെ വിവേകശൂന്യതയുടെ നേർരേഖകളാണ്. ഇരകൾ നമ്മുടെ സഹോദരിമാരും അമ്മമാരുമാകുമ്പോൾ പശ്ചാത്തപിച്ചിട്ട് എന്ത് കാര്യം? സാഹോദര്യം, നന്മ അത് ഓരോ ജീവിതത്തിലും പുലർന്നു കാണണം. അതിനുവേണ്ടി ഒരു നിമിഷം ശ്രദ്ധിക്കുക.